നമസ്കാരം. സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്കാണുന്നത് ഒഡീഷയിലെ ദയാനദിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് രണ്ടു രാജ്യങ്ങൾ തമ്മിൽ അവിടെ വെച്ച് ഗംഭീരമായ ഒരു യുദ്ധം നടന്നു. ഇരുപക്ഷത്തും ഒട്ടേറെ പേർ മരിച്ചു വീണു. അംഗഭംഗം സംഭവിച്ചവർ വേറെ. ദയാനദി അക്ഷരാർത്ഥത്തിൽ ചോരപ്പുഴയായി. യുദ്ധക്കളത്തിലെ ചോരപ്പുഴയും നാശനഷ്ടങ്ങളും കണ്ട് പക്ഷേ വിജയിയായ രാജാവിന് മാനസാന്തരമുണ്ടാവുകയാണ് ചെയ്തത്. ഇനി ഒരിക്കലും താൻ ആയുധം തൊടില്ലെന്ന് അദ്ദേഹം ശപഥം ചെയ്തു. ബുദ്ധമതാനുയായിയായി ശേഷിച്ച തൻ്റെ ജീവിതം ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിനു വേണ്ടി മാറ്റിവെച്ചു. തൻ്റെ മകളായ സംഘമിത്രയെയും അശ്വഘോഷൻ എന്ന മന്ത്രിയെയും ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിനു വേണ്ടി സിലോൺ അടക്കമുള്ള വിദൂര ദേശങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അതെ, അശോക ചക്രവർത്തിക്ക് മാനസാന്തരമുണ്ടായ കലിംഗ യുദ്ധം നടന്ന ദയാനദിക്കരയിലെ ധൗളി മലയുടെ ഉച്ചിയിൽ ശാന്തി സ്തൂപത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ശാന്തി സ്തൂപം പീസ് പഗോഡ എന്നും അറിയപ്പെടുന്നു. ഭുവനേശ്വറിൽ നിന്നും 8 കിലോമീറ്റർ ദൂരെയായി ഭുവനേശ്വർ പുരി നാഷണൽ ഹൈവേയോട് ചേർന്നാണ് ധൗളി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. മലയടിവാരത്തിലെത്തിയപ്പോൾ ഞങ്ങളുടെ ടാക്സി ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി. പ്രൈവറ്റ് വാഹനങ്ങളെ അതുവരെ മാത്രമേ അനുവദിക്കൂ. അവിടെ നിന്ന് മീതേക്ക് ഒന്നുകിൽ അവരുടെ ഓട്ടോറിക്ഷ വിളിക്കാം, അല്ലെങ്കിൽ നടക്കാം. ലോക്കലായ വാടക വണ്ടിക്കാർക്ക് ഓട്ടം ലഭിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ ഒരു ഏർപ്പാട് ഇതിനു മുൻപും ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. 750 രൂപയ്ക്ക് 3 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിക്കാം. അതത്ര വലിയ തുകയൊന്നുമല്ല. അവരുടെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്തു. വാശിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. രണ്ടും കൽപ്പിച്ച് മീതയ്ക്ക് കയറാൻ തുടങ്ങി. ശരിക്കും വണ്ടിക്കാരുടെ ഒരു തട്ടിപ്പായിരുന്നു. കാരണം കുറച്ച് ദൂരെ നടക്കാനുണ്ടായിരുന്നുള്ളൂ. അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ആരും അത് മിസ്യൂസ് ചെയ്യണില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ. 70കളുടെ തുടക്കത്തിൽ ജപ്പാനിലെ ബുദ്ധ സംഘങ്ങളുടെയൊക്കെ കൊളാബറേഷനോട് കൂടിയിട്ടാണ് ശാന്തി സ്തൂപം സ്ഥാപിക്കപ്പെട്ടത്. 4 വശങ്ങളിലേക്കും ദർശനമായി ബുദ്ധൻ്റെ 4 പോസിലുള്ള പ്രതിമകളാണ് ഈ സ്തൂപത്തിൻ്റെ ഹൈലൈറ്റ്. ഡോമിൻ്റെ മുകളറ്റം വിടർന്ന താമരയുടെ ആകൃതിയിലാണ്. ഓഗസ്റ്റ് 15 അന്ന്. അതുകൊണ്ട് കുറേ സ്കൂൾ കുട്ടികളെ കണ്ടു. സ്തൂപത്തിൻ്റെ ചുവരുകളിലെല്ലാം ജാതക കഥകളും ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ നിന്നുള്ള മുഹൂർത്തങ്ങളും സാരോപദേശ കഥകളും മറ്റും കൊത്തിവെച്ചിരിക്കുന്നു. ഇത് നിൽക്കുന്ന പൊസിഷനിലുള്ള ബുദ്ധനാണ്. അടുത്ത ധ്യാനബുദ്ധനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പിറവിയെടുത്ത ഇന്ത്യയിൽ എന്തുകൊണ്ടായിരിക്കും ബുദ്ധമതത്തിന് വേണ്ടത്ര പ്രചാരം ലഭിക്കാതിരുന്നത്? പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധൻ സർവസംഘ പരിത്യാഗിയായിരുന്നെങ്കിലും അനുയായികൾ
ഡൊണേഷൻ ബോക്സ് വെക്കാൻ മറന്നിട്ടില്ല. ഇവിടെ ശയനബുദ്ധനാണ്. ചുറ്റും നടക്കുന്ന കോലാഹലങ്ങളൊന്നും അറിയാണ്ട് രണ്ടുപേർ ഗാഢനിദ്രയിലാണ്. ഇവർക്ക് നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ വലിയ സ്ഥാനമാണുള്ളത്. സ്വർഗാരോഹണ സമയത്ത് സ്വർഗവാതിൽ വരെ പാണ്ഡവരെ അനുഗമിച്ചത് ഒരു നായയായിരുന്നു. വേഷം മാറി വന്ന ധർമ്മദേവനായിരുന്നു എന്നല്ലേ ഐതിഹ്യം. നല്ല വെയിലത്താണ് എൻ്റെ നിപ്പ്. ഒഡീഷ സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ്. കലിംഗം മുൻപ് ഉൽക്കലം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ദേശീയ ഗാനത്തിലെ ദ്രാവിഡ ഉൽക്കല ഓർമ്മയില്ലേ? അശോക ചക്രവർത്തിയുടെ ഓർമ്മയ്ക്കുള്ള പല സ്മാരകങ്ങളും ഈ പ്രദേശത്തുണ്ട്. അശോക റോക്ക് എഡിക്ട്സ് എന്ന പേരിൽ പ്രസിദ്ധമായ ശിലാസ്മാരകങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആനയുടെ ശിരസ്സും മുൻകാലുകളും കൊത്തിയെടുത്ത ഒറ്റക്കല്ലിലുള്ള ഒരു ശില്പം. ജനങ്ങളുടെ സന്തോഷഭരിതമായ ജീവിതത്തിനും സൽഭരണത്തിനും അങ്ങനെ പല ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളാണ് ഇവിടെ നമ്മളെ എതിരേൽക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ശിലാശാസനങ്ങളെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. പ്രാചീന ഭാഷയായ പാലിയിലാണ് ശാസനങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അശോക ചക്രവർത്തിയെക്കുറിച്ചും കലിംഗ യുദ്ധത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശിലാശാസനങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നെങ്കിലും ഒരിക്കൽ അവിടെ പോകാനാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ധാരാളം പേർ സഞ്ചാരികളായി വരുന്നുണ്ട്. അടുത്തതായി ഞങ്ങൾ പോയത് അശോക സ്തംഭം കാണാനാണ്. സാരാനാഥിലുള്ള യഥാർത്ഥ അശോക സ്തംഭം ഇവിടെ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണത്രേ. സ്തൂപത്തിൻ്റെ ഏറ്റവും മുകളിൽ അശോക സ്തംഭം, അതിനു തൊട്ടുള്ള പൊതു ടോയ്ലറ്റിലെ ചുവരിൽ അജ്ഞാതരായ ഏതോ ചിത്രകാരന്മാർ ഏതോ കാലത്ത് കലിംഗ യുദ്ധത്തെ വരച്ചു വച്ചിരിക്കുന്നത് നോക്കൂ. ആന കുതിര കാലാൾപ്പടയുടെ ഏറ്റുമുട്ടലിൻ്റെ വളരെ നൈസർഗികമായ ഒരു ചിത്രീകരണം. അടുത്ത ചിത്രത്തിൽ അശോക ചക്രവർത്തിയുടെ മാനസാന്തരമാണ് കാണിക്കുന്നത്. ഭുവനേശ്വറിലെ ശില്പികളുടെ ഗ്രാമമായ പിപ്പിലിയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിലും സമയക്കുറവ് മൂലം അതിന് കഴിഞ്ഞില്ല. കളിമണ്ണിലും കരിങ്കല്ലിലും മരത്തിലും ശില്പങ്ങൾ ഉണ്ടാക്കുന്ന പല ശാലകളും വഴിമധ്യേ കണ്ടു. വഴിയോരത്ത് വലുതും ചെറുതുമായ വിൽപ്പനശാലകളും. ഇത് ഭുവനേശ്വറിലെ ഇസ്കോൺ ടെമ്പിളാണ്. ക്ഷേത്രം തുറക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുറത്തുനിന്നുള്ള കാഴ്ച കൊണ്ട് സംതൃപ്തിപ്പെടേണ്ടി വന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.
ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ശ്രീലത.